എങ്കിലും സങ്കടത്തോടെ ഒരു ചോദ്യം ഉണ്ട്. അതെന്താണത്? വൈ യു റിജക്റ്റഡ് ദി ഓഫർ ഓഫ് വിക്രംസ് ഹീറോയിൻ? ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവളെന്തോ സംസാരിക്കുന്നുണ്ട്, അവൾക്ക് 2 ചെയ്തവള് വിളിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞതെന്നോ എന്താ ഞാൻ അവിടെ ചെയ്തതെന്നോ ഇതൊന്നും ആ ഫുൾ ഇന്റർവ്യൂ കാണുകയോ നമ്മൾ എന്താ പറയണമെന്നൊന്നും ഇവർ അറിയുന്നുണ്ടാവില്ല. വെറുതെ എന്തെങ്കിലും ഒരു ഭാഗം കേൾക്കും, അപ്പൊ തന്നെ ചീത്ത വിളിച്ചുകൊണ്ട് നെഗറ്റീവ് ഇങ്ങനെ ഇടും. അങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പ്രധാനമായിട്ടും വരുന്നത് RSS BJP ഹാൻഡിലുകളിൽ നിന്നൊക്കെയാണ് എനിക്ക് വരുന്നത്. ഞാൻ ഇവരുടെ റീൽ കട്ട്സ് ഒക്കെ കാണാറേ ഉള്ളൂ. ഞാൻ ഫുൾ ടൈം ഇരുന്ന് അങ്ങനെ കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെ അവരെ കുറിച്ച് എനിക്കങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റൂല. പിന്നെ സത്യം എന്താണെന്ന് അറിഞ്ഞിരുന്നിട്ടേ നമ്മൾ ഒരാളെ കുറിച്ചും ഇങ്ങനെ പറയാവുള്ളൂ. ായിട്ട് വളരെ സമാധാനത്തോട് ഇരിക്കുന്ന നടക്കല ചേച്ചിക്ക് പറ്റിയല്ല. മെന്റലി ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയി, ചിലപ്പോൾ ഭ്രാന്തായി പോകും. ഞാൻ ഒന്നാമത് അങ്ങനെ ഫോൺ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഫോണിൽ ഇങ്ങനെ എല്ലാം ഇരുന്ന് കാണാനുള്ള സമയം എനിക്ക് ഉണ്ടാവാറില്ല, അതുകൊണ്ട് തന്നെ കാണാറില്ല. വൺ ഇന്റർവ്യൂ യു വാണ്ട് ടു റീഡു? ഇല്ല, അതും എനിക്ക് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരുമായിട്ട് ഞാൻ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് മാത്രം ഉത്തരം കിട്ടുമോ നീ ഓർക്കണ്ട. ഇങ്ങനെ എന്നെ കണ്ട ചേച്ചി വിളിക്കാത്തനാണ്. വളർന്നതും വലുതായത് ഞാൻ അറിഞ്ഞില്ല. ചിലതിന്റെ അപ്പൂസൊക്കെ പെട്ടെന്ന് അവര് കണ്ണൊന്ന് തരും. ഇപ്പൊ അതിലും എഴുതി നിങ്ങൾക്ക് തരുന്നില്ലേ? അതേപോലെ തന്നെ അതാ പറഞ്ഞ സിനിമ എന്നെ ഒന്നും മോഹിപ്പിച്ചിട്ടേ ഇല്ല. ഈയിടെ ഞാൻ മല്ലിക ചേച്ചിയായിട്ട് ഇന്റർവ്യൂ ചെയ്ത് മല്ലിക ചേച്ചി പറഞ്ഞ സ്ക്രൂട്ടണിങ് ഉണ്ടാവണമെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ. അല്ല, അത് ശരിയല്ലേ? അതായത് എൻ്റെയൊക്കെ ഇതിൻ്റെ വീഡിയോസിൻ്റെ താഴെ വരുന്നത് മദ്രസ പൊട്ടൻ, PFI തീവ്രവാദി. അതായത് നമ്മുടെ നിലപാടുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിർപ്പുകളുണ്ടാവും. അത് പ്രധാനമായിട്ടും വരുന്നത് RSS BJP ഹാൻഡിലുകളിൽ നിന്നൊക്കെയാണ് എനിക്ക് വരുന്നത്. അതിന് നമ്മൾ ആ രീതിയിലേ കാണുന്നുള്ളൂ. ഇന്ന് വരെ ഞാനൊരു അപരമത വിദ്വേഷം ഒരിടത്തും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ഞാൻ പക്കാ ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അത്തരത്തിൽ മതേതരത്വ നിലപാട് പറഞ്ഞിട്ട് പോലും നമുക്ക് നെഗറ്റീവ്സ് വരും. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടല്ലേ, ഇതിലെ കൂടെ കേൾക്കുക, ഇതിലെ കൂടെ കളയാം, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഓവർകം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ശരിയായിരിക്കില്ല. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമാണ്. എന്തെങ്കിലും ഇപ്പൊ ഷെബിൻ പറഞ്ഞ ഒരു കാര്യം എനിക്കത് ഓക്കെ ആയിരിക്കാം, കേൾക്കുന്ന വേറൊരാൾക്ക് അത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കില്ല. അതിന്റെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളാണ്. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്പേസ് ഉണ്ട്. അതെ, പക്ഷെ നമ്മളൊന്നും ഇങ്ങനെ നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കും. പിന്നെ ഞാനും ഒരുപാട് ഇന്റർവ്യൂ എടുക്കുന്നല്ലേ, അപ്പം ആർട്ടിസ്റ്റുകൾ പറയും കമന്റ്സ് നോക്കാറേ ഇല്ല. അവരും കമന്റ്സ് നോക്കുന്ന എന്തിനാ? നമ്മളെ ഇങ്ങനെ ചീത്തയും വിളിച്ച് ഇതാക്കണ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ നമ്മുടെ മനസ്സ് വിഷമിക്കും. നമ്മൾ പിന്നെ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും, വിഷമിക്കും. അപ്പം കമന്റ്സ് നോക്കാറേ ഇല്ല എന്ന് എന്നോട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട്. അപ്പം ഞാനും പിന്നെ കമന്റ്സിന്റെ കാര്യം പറയുമ്പോൾ ഈ അടുത്ത് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞ ഞാനൊരു പെൺകുട്ടി വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. മറ്റേ ഷിംജിത കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ സ്ത്രീയാണ്. ആ സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അത്ര നേരം ഒരു 1.5-2 മണിക്കൂറോളം നീണ്ടു നിന്ന ഇന്റർവ്യൂ ആണ്. 2-2.5 മണിക്കൂറോളം നീണ്ടു നിന്ന ഇന്റർവ്യൂ ആണ്. ഒരു സമയത്തും ആ സ്ത്രീ കരഞ്ഞിട്ടേ ഇല്ല. ആകെ അത് പൊട്ടിക്കരയുന്നത് എന്നെ കമൻസിലൂടെ വേശ്യ എന്നൊക്കെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നു. വേറെ ഒരു വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഈ കമന്റ് ചെയ്യുന്നവരോടൊക്കെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? സത്യം, മാന്യത വേണ്ടല്ലേ? എന്തിനും മാന്യതയാണല്ലോ പ്രധാനം. എന്തും പറയാം എന്നുള്ളൊരു ഒരു അവകാശം ആർക്കും കൊടുത്തിട്ടില്ല. ഈ നമ്മുടെ എന്താ പറയാ, എന്തും ആരെക്കുറിച്ചും എന്ത് അസഭ്യവും എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് സോഷ്യൽ മീഡിയ മാറ്റുന്നതിനോട് എന്താണ് ചേച്ചിയുടെ ഒരു നിലപാടല്ല, അഭിപ്രായം? യോജിപ്പില്ല. അങ്ങനെ എന്തും വിളിച്ചു പോവാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. സഭ്യമായ കാര്യങ്ങൾ എല്ലാവർക്കും ഇപ്പം അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാനിപ്പോ അഭിപ്രായങ്ങൾ അറിയിക്കാം. പക്ഷെ മാന്യമായ രീതിയിൽ അത് പ്രസന്റ് ചെയ്തുകൂടെ? എന്തിനാണ് ഒരാളെ ഇങ്ങനെ മോശമായിട്ട് ഒരാളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ ആ കുട്ടീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അത്ര മോശമായിട്ടൊക്കെ എന്തിനാണ് ഒരാൾ ഇത് ചെയ്യണത്? അത് അവരുടെ സംസ്കാരമല്ലേ കാണിക്കുന്നത്? അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും ആരെയും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്കത് ഇങ്ങനെ നല്ല രീതിയിൽ പറയാമായിരുന്നു എന്നുള്ള സഭ്യമായ ഭാഷയിൽ അവർക്ക് വേണമെങ്കിൽ അവർക്കത് ഇഷ്ടമായില്ലെങ്കിൽ ചീത്ത വിളിക്കുക. ഒരു പക്ഷെ ഇവർക്ക് ഇപ്പുറത്തെ സൈഡിൽ നടക്കുന്ന
നടക്കുന്ന സത്യങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല. അറിയാതെ എന്നോട് അന്ന് ഒരു ദിവസം ഞാൻ ഭാഗ്യലക്ഷ്മി ചേച്ചിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചേച്ചി പറയാം, എൻ്റെ പൊന്നു രമ്യ എത്ര ചീത്തവിളി വരണേ, എന്നെ പലർക്കും കണ്ടെടുത്താൽ കണ്ടുകൂടാ. അപ്പൊ എന്താ പറയുന്ന ആൾക്കാർ, ചിലപ്പോൾ അവരെന്താണ് അവിടെ ഞാൻ പറഞ്ഞതെന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഓ ഇവളെന്തോ സംസാരിക്കുന്നുണ്ട്, അവൾക്കിട്ട് 2 ചീത്തവിളി വിളിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്താ ഞാൻ പറഞ്ഞതെന്നോ എന്താ ഞാൻ അവിടെ ചെയ്തതെന്നോ ഇതൊന്നും ആ ഫുൾ ഇന്റർവ്യൂ കാണുകയോ നമ്മൾ എന്താ പറയണമെന്നൊന്നും ഇവർ അറിയുന്നുണ്ടാവില്ല. വെറുതെ എന്തെങ്കിലും ഒരു ഭാഗം കേൾക്കും, അപ്പൊ തന്നെ ചീത്ത വിളിച്ചുകൊണ്ട് നെഗറ്റീവ് ഇങ്ങനെ ഇടും. അങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ പിന്നെ സത്യം എന്താണെന്ന് അറിഞ്ഞിരുന്നിട്ടേ നമ്മൾ ഒരാളെ കുറിച്ചും ഇങ്ങനെ പറയാവുള്ളൂ. വെറുതെ നമ്മൾ ആരെ കുറിച്ചും മോശം ഇങ്ങനെ പറയരുത്. അതുപോലെ ബഹുജനം പലവിധം, ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടറാണ്, അവരുടെ സ്വഭാവവും അവരുടെ ജീവിത നിലവാരം അങ്ങനെ കാണിക്കുന്നു ചിന്തിക്കുക എന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് നിയമവ്യവസ്ഥ കൊണ്ടുവരണ്ടേ. അതാ പറഞ്ഞ മല്ലിക ചേച്ചി, ഭാഗ്യ ചേച്ചി ഞാൻ ഇന്റർവ്യൂ ചെയ്ത് ഭാഗ്യ ചേച്ചി കാര്യം തന്നെ പറയുന്നുണ്ട്, ഈ സോഷ്യൽ മീഡിയ രീതിയിൽ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞോട്ടെ, സഭ്യമായ രീതിയിൽ പറയാമല്ലോ. തീർച്ചയായും ഇങ്ങനെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, വളരെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ചേച്ചി പല ടൈപ്പ് കണ്ടന്റുകൾ ചെയ്യുന്ന ആളാണ്. ഫൺ ചെയ്യാറുണ്ട്, അതുപോലെ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഇമോഷണൽ ചെയ്യാറുണ്ട്, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ബിസിനസ് പോഡ്കാസ്റ്റുകൾ ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ചേച്ചിക്ക് ഏതാണ് കൂടുതൽ കംഫർട്ട് സോൺ, സുഖം, ഇഷ്ടം? അല്ല ചെയ്യുമ്പോൾ സംസാരിക്കുക എന്ന് പറയുന്നത് എന്താ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചില സമയത്ത് നമുക്ക് ഇത് എന്ത് സംസാരിക്കാനാ എന്നുള്ളൊരു തോന്നിയിട്ടേ ഇല്ല. എല്ലാം ഇഷ്ടമാണ്, ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. ഞാൻ അവരെ അങ്ങനേതായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതാ ചിലർ ഭയങ്കര സെലിബ്രിറ്റി ആയിരിക്കാം, ഭയങ്കര ഒരുപാട് അവാർഡ്സ് വാങ്ങിയ ആളായിരിക്കാം, ചിലർ ബഡിങ് സ്റ്റേജിലുള്ളവരായിരിക്കാം, ചിലർ ലൈഫിലെ വേറെ കുറെ പ്രശ്നങ്ങളെ തരണം ചെയ്ത വ്യക്തികളായിരിക്കാം. എല്ലാവരെയും ഞാൻ ഈക്വലി റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇതുണ്ട്. ഞാൻ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുവാണ്, നമ്മൾ അവരുടെ ചോദ്യങ്ങൾ നമ്മൾ ഓരോന്നും ചോദിച്ച് അവരെന്താണ്, അവരുടെ ആ ഒരു ഇതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. ചിലരുടെ സംസാരം കേൾക്കുമ്പോൾ ചിലർക്ക് വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമ്മൾ ഇമോഷണലി നമ്മൾ അറിയാണ്ട് അവരുടെ കൂടെ പലപ്പോഴും എമ്പത്തറ്റിക് ആവാറുണ്ട്. അങ്ങനെ അവരുടെ കൂടെ അങ്ങ് കഥ കേട്ട് അങ്ങനെ അങ്ങ് പോകും. അല്ല എങ്കിൽ പോലും എന്താ വേറെ ഈ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകൾ ചെയ്തിട്ട് ആരെങ്കിലും മോശം ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇന്റർവ്യൂവിന് തൊട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരെങ്കിലും ശരിയായില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഉണ്ടായിട്ടില്ല. ഇന്ന് വരേക്കും എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞ എല്ലാവരും രമ്യ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ എല്ലാവരും കെട്ടിപ്പിടിച്ച് കുറേ ഫോട്ടോസും എടുത്തിട്ട് ഇന്ന് വരേക്കും പിരിഞ്ഞിട്ടുള്ളൂ. ഞാൻ എല്ലാവരുമായിട്ട് സ്റ്റിൽ ഇൻ ടച്ചുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഒരു സമയത്ത് നല്ല ട്രെൻഡായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അത് ചെയ്യാനുള്ള ഇതുകൊണ്ടല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഷോ കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത്. കാരണം അതൊരു ഭയങ്കര ഹിറ്റായ ഷോ ആയിരുന്നു. അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമ്മൾ കൊണ്ടുവരണം. അപ്പൊ അത് എന്താ പറയാ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഷോ ആണ്. അതിലേക്ക് പലരും കൊണ്ടുവരണമല്ലോ. ഒരു ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പലരുമായിട്ട് നമ്മൾ അത് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ കുറെ നാൾ ചെയ്തു, പല സീസൺ ചെയ്തു. അതുകൊണ്ട് നമ്മളൊരു ഇപ്പൊ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കണമെന്ന് മാത്രം. അതിനകത്ത് വല്ലാണ്ടൊരു എഫേർട്ട് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കണമെന്ന് മാത്രം. പേളിമണി, അതുപോലെ രഞ്ജിനി ഹരിദാസ്, ധന്യ വർമ്മ, ഇത്തരത്തിൽ ഉള്ളവരൊക്കെയാണല്ലോ എന്താ ചേച്ചിയുടെ സമകാലീനർ എന്ന് പറയാൻ പറ്റുന്നത് അല്ലേ? ചേച്ചിയുടെ പേളിമണി ഈ അടുത്താണ്, ഒരു 10 വർഷമായിട്ടുള്ളൂ. രഞ്ജിനി ഹരിദാസ്, ധന്യവർമ്മയൊക്കെ ചേച്ചിയുടെ സമകാലീനരാണ്. ഇവരുടെയൊക്കെ ഇന്റർവ്യൂസ് ചേച്ചി ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ ഇപ്പോൾ? ഇല്ല, ഞാൻ അങ്ങനെ ഫുള്ളിരുന്ന് കാണാറൊന്നുമില്ല. ആരാണ് കൂടുതൽ ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇന്റർവ്യൂ ആരാ? ഈ 3 പേരിൽ ഒരാളെ പറയാൻ പറഞ്ഞാൽ ആരെ പറയും? 3 പേരെ ഇഷ്ടം, ഒരാളെ പറയാൻ പറ്റൂല. അങ്ങനെയല്ല, ഞാൻ ആരുടെയും ഫുള്ളിരുന്ന് അങ്ങനെ ഒരുപാട് കാണാറില്ല. അപ്പൊ എനിക്ക് അങ്ങനെ 3 പേരുടെ 3 തന്നെ രീതിയിലാണ്. രഞ്ജിനിക്ക് രഞ്ജിനിയുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്, പേളിക്ക് പേളിയുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്, ധന്യക്ക് എനിക്ക് അവരെ ധന്യ ചേച്ചി എന്നാണോ അഡ്രസ് ചെയ്യേണ്ടത്, ധന്യ ചേച്ചി എന്നാണ് തോന്നുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഇതാണ്. നമ്മൾ ഒരാളെ കുറിച്ച് കമന്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞോളൂ, ഞാൻ ഇവരുടെ റീൽ കട്ട്സ് ഒക്കെ കാണാറേ ഉള്ളൂ. ഞാൻ ഫുൾ ടൈം ഇരുന്ന് അങ്ങനെ കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെ അവരെക്കുറിച്ച് എനിക്കങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റൂലല്ലോ. എല്ലാവരും നല്ലതാണ്, എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ സൂപ്പറാണ്. അതേ ഉള്ളൂ. നമ്മൾ ആരെയും ഫോളോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ല, ചെയ്യാൻ പോണില്ല എന്നല്ല, അത് ഷെബിന് അർത്ഥം മാറിയിട്ടാ പറയണത്. ചെയ്യാൻ പോണില്ല എന്നല്ല, ഞാൻ എല്ലാവരുടെയും
ഞാൻ ഒന്നാമത് അങ്ങനെ ഫോൺ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഫോണിൽ ഇങ്ങനെ എല്ലാം ഇരുന്ന് കാണാനുള്ള സമയം എനിക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ കാണാറില്ല. ഇടയ്ക്കെങ്ങാനും ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കണ്ടാൽ അവരുടെ കാണാറുണ്ട്. അല്ലാണ്ട് കാണാൻ വേണ്ടിയിട്ടിരുന്ന് ദൈവം സഹായിച്ച് ഇപ്പോൾ അങ്ങനെ ഇരുന്ന് ഇനി അത്രയും ഫ്രീ ടൈം ഉണ്ടാവാറില്ല അങ്ങനെ ഇരുന്ന് കാണാനായിട്ട്. എല്ലാവരെയും ഞാൻ മാനിക്കുന്നു, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നു, എല്ലാവരുടെയും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അവരുടെയൊക്കെ. അപ്പോൾ ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ സെക്ഷനും കൂടി കൊണ്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ നമുക്ക് അവസാനിപ്പിക്കാം. ഇത് പോഡ്കാസ്റ്റ് അല്ലല്ലോ, ഇതൊരു ഇന്റർവ്യൂ ആണ്. പക്ഷെ പോഡ്കാസ്റ്റിന്റെ മൈക്ക് വെച്ചിട്ട് പാറ്റേണിലെ എല്ലാ സാധനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. ഇതുവരെ വന്നൊരു ടഫസ്റ്റ് ഇന്റർവ്യൂ എവർ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ ഇന്റർവ്യൂവും ടഫാണ്. അല്ല, എങ്കിൽ പോലും കുറേ പ്രിപ്പയർ ഒക്കെ ചെയ്ത് ഇത് തകർക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ, അതായത് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഗസ്റ്റുകൾ ചേച്ചി പറഞ്ഞ പോലെ സെലിബ്രിറ്റി ആവാം, ചിലപ്പം ബഡ്ഡിങ് കയറി വരുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും നമ്മൾ വരുന്ന ആളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ട് നേരിട്ടിരിക്കുമ്പോൾ അവരുമായിട്ടൊന്ന് പിടിച്ചിരിക്കണമല്ലോ നമുക്ക് സംസാരിച്ച്. അങ്ങനെ പേടിച്ചിരുന്നിട്ടുള്ള ആരെല്ലാം ഉണ്ടോ? പേടിച്ചിട്ടിരുന്നിട്ടില്ല. ഞാൻ എപ്പോഴും എനിക്ക് വരുമ്പോൾ ഞാൻ അവരെക്കുറിച്ചൊരു സ്റ്റഡി നടത്താറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. എനിക്കൊരു അറിവ് വെക്കണമല്ലോ, അതുകൊണ്ട് അത് ഞാൻ വെക്കാറുണ്ട്. എന്നാലും ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ. കാരണം അദ്ദേഹം വളരെ അതെ ഹിറ്റായിരുന്നു. അത് അദ്ദേഹം ഭയങ്കര ഹാപ്പിയായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ. കാരണം എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ എന്ത് ചോദിച്ചാലും എനിക്കറിയാവുന്ന വണ്ണം ഞാൻ അതുപോലെ റിസർച്ച് ചെയ്ത് അതുപോലെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. കാരണം അദ്ദേഹത്തിന് എനിക്കറിയാം, അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വളരെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ആണ്. പിന്നെ എന്റെ നാട്ടുകാരനും കൂടിയാണ്, പാലക്കാട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെ സൂക്ഷിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഓരോന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ എനിക്കൊരു തെറ്റ് പറ്റി പോകരുത്, എന്റെ വായിൽ നിന്നൊരു അബദ്ധം വരരുതെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്തിരുന്നു. അദ്ദേഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറയുകയും ചെയ്തു, അദ്ദേഹം വേറെ ആ സമയത്ത് കൊടുത്ത ഇന്റർവ്യൂകളിൽ പോയതിനെക്കാട്ടിലും ഏറ്റവും ഹാപ്പി ആയത് എൻ്റെ ഇന്റർവ്യൂവിന് വന്നപ്പോഴാണ് എന്നോട് പറയുകയും ചെയ്തു. പിന്നീട് മെസ്സേജ് ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അത് അദ്ദേഹത്തിനും മനസ്സിലായി എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിരുന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളതും. അതിന് വേണ്ടിയിട്ട് അന്ന് ആ ചെയ്ത എഫേർട്ടും ആ റിസർച്ചൊക്കെ ശരിക്കും വേർത്തായി. അതുകൊണ്ട് ഇന്റർവ്യൂ നല്ല രീതിയിൽ ഇന്റർവ്യൂ ഇൻ വിച്ച് യു വേർ ടെൻസ്ഡ് എ ലോട്ട്? ഇല്ല, എല്ലാ ഇന്റർവ്യൂവിനും ടെൻഷനുണ്ട്. ശരിയല്ല, നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞാലും മൈക്കിന്റെയും ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഓണായി വരാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും അല്ലേ? എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ 45 ഇന്റർവ്യൂടെ അടുത്തായി, 45 വ്യക്തികളുടെ അടുത്ത് ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒരു ബബ്ബായിരിക്കും. കാരണം അവരെങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ അതനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ ഇന്റർവ്യൂ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഫോണിൽ നോക്കി ചോദ്യം ചോദിക്കുന്ന വ്യക്തിയല്ല. ഫോൺ മാറ്റി വെച്ചിട്ട് ആ പറയുന്നതിൽ നിന്ന് നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ട് ചോദിക്കുന്ന വ്യക്തിത്വമാണൊക്കെ വ്യക്തിയാണ്. അപ്പം ആ രീതിയിൽ പോകുമ്പോ ചേച്ചി എങ്ങനെയാ സാധാരണ? അങ്ങനെയല്ലേ? ഫോൺ അങ്ങനെ ഞാൻ ആകെ സെഗ്മെന്റിന് മാത്രമേ ഉള്ളൂ. സെഗ്മെന്റ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമല്ലോ, യെസ് ഓർ നോ സെഗ്മെന്റ്, അതുപോലെ റാപ്പിഡ് ഫയർ, ഇതിനു വേണ്ടി മാത്രം ഫോൺ നോക്കുള്ളൂ, അല്ലാതെ പിന്നെ ഫോൺ നോക്കാറില്ല. ഫേവറേറ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂ ടിൽ ദിസ് ഡേറ്റ്? അങ്ങനെയൊന്നും ഒരാളുടെ എനിക്ക് എല്ലാവരും ഫേവറേറ്റാ. ഇതിനൊന്നും ഒരു ആൻസർ എനിക്ക് അങ്ങനെയില്ല, എല്ലാവരും ഫേവറേറ്റാ, എല്ലാവരും. ഇന്റർവ്യൂ ഇൻ വിച്ച് യു വെർ മിസ്റ്റേക്കൺ ബൈ സംബഡി? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ആരും അങ്ങനെ ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. പേരിന് പോലും ഒരു 100, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ എൻ്റെ ഒരു കണക്ക് വെച്ച് ചേച്ചി ഒരു 150-250 ഇന്റർവ്യൂ എങ്കിൽ ചേച്ചിക്ക് ഒരു കണക്കുണ്ടോ? 250 അല്ല അല്ലേ? എത്ര ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്? കണക്ക് വെച്ചിട്ടില്ല. ഓൾമോസ്റ്റ് ഡെയിലി ഷൂട്ട് അല്ലേ? അല്ല, എങ്കിൽ പോലും 300+ ഉണ്ട്. ഞാൻ സാറ്റലൈറ്റ് ചാനലിലെ മുതലേ ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ കൂട്ടുവാണെങ്കിൽ ഏകദേശം എത്ര ഇന്റർവ്യൂസ് ഉണ്ടാവും? അയ്യോ, അന്ന് സാറ്റലൈറ്റ് മുതലൊക്കെ കൗണ്ട് ചെയ്യാൻ തന്നാലോ? അല്ല, ഒരു ഏകദേശം എത്ര ഉണ്ടാവും? എനിക്കറിയില്ല, ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇന്റർവ്യൂ ചെയ്ത് വേറെ ആരും ഉണ്ടോ മലയാളം ഇൻഡസ്ട്രിയിൽ? ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ അന്നേരം സൂര്യയിൽ എത്ര ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ക്രിസ്മസ്. അല്ല, ഈ ധന്യവർമ്മ ആണെങ്കിലും രഞ്ജിനി ചേച്ചി ഒന്നും ചേച്ചിയുടെ എത്ര ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. അത് വെച്ച് മോസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രൊഡ്യൂസർ ഓർ ഷോ ഡയറക്ടർ? നിങ്ങൾ പറയാ അതിന്റെ പേര്.
അതിലേ ചേച്ചിക്ക് അറിയാം. ഇല്ല, അതും എനിക്ക് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരുമായിട്ട് ഞാൻ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് ഉത്തരം കിട്ടുമെന്ന് ഓർക്കണ്ട. കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ കംഫർട്ടബിൾ. അല്ലെങ്കിൽ നമ്മളൊരു സ്പേസിൽ ഇപ്പൊ ഞാൻ കൈരളിയിലെ ശ്രീ മഹേഷ് പഞ്ച് സാറിന്റെ കൂടെ ഞാൻ മാസങ്ങളോളം ആ ഷോ ചെയ്തു. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് അതൊരു ഇതല്ലാത്തത് കൊണ്ട് ഞാൻ വിട്ടു. സൂര്യയിലായിരുന്നു വന്നപ്പോൾ ലതികാണ്ടിയായിട്ടും ബാക്കി ഷോ ചെയ്തപ്പോഴും, വാൽക്കനാടിലെ ഷാജി സാറിന്റെ അടുത്ത് വന്നപ്പോഴും, ഷാജിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്ത സമയത്ത്, ഇപ്പം യൂട്യൂബ് ചാനലിലേക്ക് വന്നപ്പോൾ മൈൽ സ്റ്റോണിൽ അപ്പൂസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും, ഞാനിപ്പോൾ ലൈഫ് നെറ്റിൽ ചെയ്യുന്നുണ്ട് ചാവറയില് ജുബിന്റെ കൂടെ, എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ്. ഞാൻ ഈയിടെ അപ്പൂസിനെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു, ചേച്ചി മാറിയോന്ന്. മാറിയിട്ടില്ല, ഞാൻ അവിടെ അല്ല ചേച്ചി അല്ലാതെയും ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇഫ് യു ഗെറ്റ് എ കോൾ ഫ്രം ബിഗ് ബോസ് വിൽ യു ഗോ? നോ, പോകല. എന്താ ബിഗ് ബോസ് വിളിച്ചിട്ടില്ല, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പൂസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അയക്കട്ടെ. അല്ലല്ല, എനിക്ക് എന്നോട് ഇത്തവണ പറഞ്ഞിട്ടുണ്ട് അയച്ചു തരണം, അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊന്നും എനിക്ക് പറ്റിയൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നില്ല. അതൊരു വേറൊരു മൈൻഡ് ഗെയിം അല്ലേ, വേറൊരു രീതിയിലുള്ളതല്ലേ. അതിന് ചേച്ചിന് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി പാവങ്ങൾക്ക് പറ്റിയല്ല അത്. അതൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അതിൽ പോകുന്ന എല്ലാവരും ദുഷ്ടന്മാരാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ചേച്ചി ഭയങ്കര കാമായിട്ട് വളരെ സമാധാനത്തോട് ഇരിക്കുന്ന വിധം നടക്കല. ചേച്ചിക്ക് പറ്റിയല്ല. മെന്റലി ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയി, ചിലപ്പോൾ ഭ്രാന്തായി പോകും. അത് വേറൊരു ഗെയിമാണ്. അതിന് അങ്ങനെ കുറച്ചും കൂടെ സൂപ്പർ സ്മാർട്ട്, നല്ല ആൾക്കാർ, ഐ മീൻസ് കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് ആ ഗെയിമിനെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ നടക്കുന്നത്, അവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും വെളിയിൽ ചിന്തിച്ച് കളിക്കുന്ന ഒരാൾക്കാർക്ക് അവിടെ പറ്റുള്ളൂ. ഞാൻ പറ്റുമോ ചേച്ചി? എന്നെ കൊണ്ട് സാധിക്കുമോ? ഇതുപോലത്തെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തായാലും നിനക്ക് പറ്റുമെന്ന്. നല്ല അഭിപ്രായത്തിനൊക്കെ പാവം ഇങ്ങനെ എന്നെ കണ്ട ചേച്ചി വിളിക്കാത്തനാണ്. വളർന്നവും വലുതായത് ഞാൻ അറിഞ്ഞില്ല. An unforgettable moment you don't want to remember again in your career. ഇല്ല, അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ തെറ്റിദ്ധരിക്കപ്പെട്ട സത്യം എന്താണെന്ന് അറിയാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് കമന്റ്സ് വന്ന ഇഷ്യൂ, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകെ 2 ഇന്റർവ്യൂവിന് അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുള്ളൂ ഇതായിട്ട്. വേറെ ഒന്നും അതും തെറ്റിദ്ധരിക്കപ്പെട്ടു വന്ന ആർട്ടിസ്റ്റുകൾക്ക് കുഴപ്പമില്ല, അവർക്കൊരു കുഴപ്പമില്ല. കണ്ടപ്പം കാണുന്നവർക്ക് അത് ഉണ്ടായതാണത്. ചേച്ചി ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കാം, ചേച്ചി അപ്പോൾ ഒരു കാരണവശാലും ഉറപ്പിച്ച് പറയാൻ പറ്റും ബിഗ് ബോസിൽ പോകുക? എന്നെ ഇന്നുവരെ വിളിച്ചിട്ടില്ല. വിളിച്ചാൽ ഞാൻ ചോദിക്കുക, ചേച്ചി അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല. ഇവർക്ക് വേണ്ടവരെ കുറച്ചുപേരെ ഇവരിങ്ങോട്ട് വിളിക്കും. അങ്ങനെ ചേച്ചിനെ വിളിക്കുക, ചേച്ചി പോകല. എനിക്ക് പറ്റിയൊരു ഷോ അല്ല, പ്ലാറ്റ്ഫോം അല്ല അത്. യുവർ ഇന്റർവ്യൂസ് ആർ സ്ക്രിപ്റ്റഡ് ഓർ നോട്ട്? സ്ക്രിപ്റ്റഡ് അല്ല ഇന്റർവ്യൂസ്. അതിനകത്ത് പറയുന്ന ചില സെഗ്മെന്റ്സുകൾ ചിലപ്പം ഇതിന്റെ അപ്പൂസപ്പ് പെട്ടെന്ന് അവര് കൊണ്ടുവന്ന് തരും. ഇപ്പൊ അതിലും എഴുതി നിങ്ങൾക്ക് തരുന്നില്ലേ, അതേപോലെ തന്നെ. ബെസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂവർ ഇൻ ദ ഇൻഡസ്ട്രി അതർ ദാൻ യു? ആരാ? ഒരാളുടെ പേര് പറയണം, അതൊരാളുടെ പേര് പറയണം. ഇല്ല, പറയാൻ പറ്റൂല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാവരും സൂപ്പറാ, എല്ലാവരും സൂപ്പറാ. ഒരിക്കലും നമുക്ക് നീ മാത്രമാണ് സൂപ്പർ, മറ്റവരല്ല സൂപ്പർ അങ്ങനെ പറയുന്നത് ശരിയല്ല അല്ലേ? ഒരു മനുഷ്യൻ ജഡ്ജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ഷെബിന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഷെബിനാണ് സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഷെബിന് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനാണ് സൂപ്പർ എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. ആ ചോദ്യത്തിൽ തന്നെ ഇതുണ്ടെന്ന് എനിക്ക് ഒരാളാണ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. ബഹുജനം പലവിധം. അതെ, ഓരോരുത്തർക്കും ഓരോ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്, അവരുടേതായിട്ടുള്ളൊരു രീതിയിലാണ് അവരെല്ലാം ചെയ്യണത്. അതെല്ലാം സൂപ്പർ തന്നെയാണ്. ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ഓഫ് ഹോണസ്റ്റി? അങ്ങനെ ഇല്ല, അങ്ങനെ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പറഞ്ഞ പോലെ അതന്ന് എനിക്കത് വേണ്ടിയിരുന്നില്ല, അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാതിരുന്നത്. ഇപ്പൊ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നതല്ലേ. അങ്ങനെ ഇപ്പൊ ഇരുന്ന് ആലോചിക്കും, അന്നന്ന് എനിക്ക് വേണ്ടിയിരുന്നില്ല, അതുകൊണ്ട് സങ്കടത്തോടെ ഒരു ചോദ്യം ഉണ്ട്. അത് എന്താ, എന്റെ അതിന്റെ എല്ലാവരുടെയും മലയാളികളുടെ മൊത്തം സങ്കടമാണ്. അതെന്താണ്? വൈ യു റിജക്റ്റഡ് ദി ഓഫർ ഓഫ് വിക്രംസ് ഹീറോയിൻ? അതെന്താണ്? അതാ പറഞ്ഞ, സിനിമ എന്നെ അന്ന് മോഹിപ്പിച്ചിട്ടേ ഇല്ല ഒരു രീതിയിലും. സിനിമ അത് ഏത് പടത്തിലേക്കായിരുന്നു? സിനിമ ഏതാ സിനിമ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. അന്നേരത്തെ വിക്രം ഭയങ്കര ഹിറ്റ് അല്ലേ, ആണോ?
എനിക്ക് സിനിമയുടെ പേര് ഓർമ്മയില്ല. ഞാൻ 3-4 ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇന്റർവ്യൂസും സൂപ്പർ ഹിറ്റായിരുന്നു. അന്ന് ആലോചിക്കണം, സോഷ്യൽ മീഡിയ ഒന്നുമില്ല, സൂര്യയിലെ ടെലികാസ്റ്റ് ചെയ്ത ഇന്റർവ്യൂസ് ആണ്. എന്നിട്ട് പോലും അത് ഭയങ്കര കാരണം നോർമൽ പാറ്റേണിലുള്ള ഇന്റർവ്യൂ ആയിരുന്നില്ല ചെയ്തിരുന്നത്. ഞങ്ങൾ തമ്മിലുള്ള റാപ്പോ ഭയങ്കര എന്നിട്ട് നല്ല ജെല്ലായി പോകുന്നുണ്ടായിരുന്നു. ഫുൾ ഫണ്ണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ണും ഇതും ഭയങ്കര ലൈവ്ലി ആയിരുന്നു ഇന്റർവ്യൂസ് എല്ലാം. ഒരു പ്രാവശ്യം പൊള്ളാച്ചി, ഒരു പ്രാവശ്യം ചെന്നൈ, അങ്ങനെ പലയിടത്തൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇങ്ങനെ ഇരുന്ന് തന്നെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതും വേറെ തന്നെ ലെവലിലാണ് ഞങ്ങളുടെ ആ ഒരു റാപ്പ് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഇതായതാണ്. പക്ഷെ അന്നെന്തോ അതാണ്, എന്റെ തലയിൽ അത് വരച്ചിട്ടില്ല. അതേ ഉള്ളൂ, അത് വരയ്ക്കേണ്ടവരെ മലയാളികൾക്കുള്ള നഷ്ടമായി പോയി. അവര് പറയും, ഓ ഇതിനെ ഇങ്ങനെ അതും കൂടി കാണാൻ വയ്യാന്നായിരിക്കും അവര് പറയുന്നുണ്ടാവും. അപ്പം എന്താണെങ്കിലും നമ്മുടെ ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിന്ന വലിയൊരു യുദ്ധം കിട്ടിയിട്ടുണ്ട്. അത് പക്ഷെ ചേച്ചി ഒന്നും വിട്ടു പറഞ്ഞില്ല. ചേച്ചി ബുദ്ധിപരമായിട്ടാണ് നീങ്ങിയത്. ചേച്ചി തന്ത്ര, കാരണം ചേച്ചിക്ക് മറ്റേ ഈ എന്താ കട്ടൻ ചായ കുടിച്ചവർക്ക് അതിന്റെ ടേസ്റ്റ് അറിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എങ്ങനെ വർക്ക് നടക്കും ഇവരെ കുറിച്ച് നല്ലവരും അറിയാം. അല്ല, പക്ഷെ ഞാനിപ്പോ ഈ ഇന്റർവ്യൂവിൽ ഞാൻ അല്ലേലും വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഷെബിൻ. ഞാൻ എന്നോട് എന്ത് ചോദിച്ചാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോ എന്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ വേറെ മറിച്ചുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അത് തുറന്നു പറഞ്ഞേനെ. ഞാൻ പറഞ്ഞതെല്ലാം എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ്. അത് എനിക്കൊരു പീപ്പിൾ പ്ലീസർ ആവാൻ വേണ്ടിയിട്ടോ എനിക്ക് ഈ ഇപ്പൊ പറഞ്ഞ പോലെ വൈറൽ കണ്ടന്റ് അതിൽ കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ കാൽക്കുലേറ്റീവ് ചെയ്ത് അങ്ങനെ ഒന്നുമല്ല. ഇതെല്ലാം എന്റേതായിട്ടുള്ള ഇതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഒരാളെ ദ ബെസ്റ്റ് എന്നൊരാളെ പറയുക, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ശരിയാണ്. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള, ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. ഇനി കുറ്റം പറയുന്നവര് എന്തിനാണ് ഈ അവരെ ചിലരിരുന്ന് അവരുടെ തന്നെ ബാക്ക് ടു ബാക്ക് ഓരോ പ്രോഗ്രാംസും ഇതൊക്കെ റീൽസും എന്തെങ്കിലും അവരെ കാണും, എന്നിട്ട് അവരെ കുറ്റം പറയും. ഈ കുറ്റം പറയുന്ന പിന്നെ അവരെ കാണാതിരുന്നൂടെ? വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, മറ്റുള്ളവരെ ചിലരിരുന്ന് ഇങ്ങനെ കുറ്റം പറയുകയും ചെയ്യും, അവരുടെ അതിരുന്ന് കാണുകയും ചെയ്യും. എനിക്കത് മനസ്സിലാവുന്നില്ല. കാണാതിരിക്കുക. അതെ, അത് മാത്രമല്ല നമ്മൾ വെറും ഈ ചുരുങ്ങിയ കാലയളവിൽ ഇങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി വന്ന മനുഷ്യരാണ്. എപ്പോ വേണേ മരണം എന്ന് പറയുന്ന ഇത് സംഭവിക്കാൻ വ്യക്തിത്വങ്ങളോട് എന്തിനാണ് മനുഷ്യനെ വെറുപ്പിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണുമ്പോൾ ഓരോരുത്തരെയും എത്രയാ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ചെയ്യാ. എന്തിനാണത്? എല്ലാരും ജീവിച്ചു പോയിക്കോട്ടെ, ആരും ആർക്കും ഹാംഫുൾ ആയിട്ട് ഒന്നും ചെയ്യരുത്. അല്ലാത്ത പക്ഷം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക. എല്ലാരും ജീവിക്കട്ടെ. അപ്പൊ എന്നും എക്കാലം ഇങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും പോസിറ്റീവ് വൈബായിട്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ 10 വയസ്സിൽ ചേച്ചിനെ കണ്ടു തുടങ്ങിയതാണ്. ഇനിയൊരു എനിക്കൊക്കെ ഒരു 50 വയസ്സാകുമ്പോഴും എനിക്ക് 26 വയസ്സേ ഉള്ളൂ. കൊച്ചു പയ്യനാണ്. 25 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം 10 വയസ്സിൽ ചേച്ചീനെ കണ്ടു. ഇനി എന്റെ 60-ാമത്തെ വയസ്സിലും ചേച്ചി സെലിബ്രിറ്റി ഇന്റർവ്യൂവർ എന്ന രീതിയിൽ തന്നെ ചേച്ചിനെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത്തരത്തിൽ നല്ല ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ച് ഷെബിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഷെബിൻ ഓരോ പടിപടിയായിട്ട് ഓരോരോ രീതിയിൽ മുന്നേറി നല്ല രീതിയിൽ വരട്ടെ. നല്ല ഒരുപാട് നല്ല ഷോസിന്റെ ഭാഗമാവാൻ ഷെബിനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ ലക്ഷ്യം ഇത് മാത്രമല്ല, ഞാനൊരു തിരക്കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ ഒരു പടിയായി മാത്രം ഞാൻ തീർച്ചയായിട്ടും നടക്കട്ടെ, നടക്കും എന്തായാലും. ദൈവം അല്ലെ ചേച്ചി ഒന്ന് ഇങ്ങനെ കൈ വെച്ചു എല്ലാം നടക്കും. തീർച്ചയായിട്ടും. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.